ഹായ്, അസ്സലാമു അലൈക്കും. എന്നെ ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കരിക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു പുഡിങ്ങാണിത്. ഇളനീർ ഇഷ്ടമില്ലാത്തതായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ബൗളിൽ ഇളനീര് പൊട്ടിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ 3/4 കപ്പ് ഒഴിച്ചു വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 10 ഗ്രാം ചൈന ഗ്രാസ് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മൾ ഇളനീര് 2 ഇളനീരിൻ്റെ അകത്തെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഒരു തരിതരിപ്പുള്ള പേസ്റ്റ് കണക്കാണ് അരച്ചെടുക്കേണ്ടത്. ഒരു പാനിൽ 1 കവർ പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് 1/2 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടത്. ഇതേ സമയം തന്നെ അടുത്ത അടുപ്പിൽ നമുക്ക് ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കണം. അന്നേരം അതും അതിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കണം. രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. പാലിൽ നമ്മൾ 1 ടിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ എടുക്കണം, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇത് നിർത്താതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാല് തിളച്ച് വരാതെ നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ തിളച്ച് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേന് തിളച്ച് പൊങ്ങി വരത്തില്ല. ഇത് നന്നായിട്ട് ചൂടായി വരും. ഇതേ സമയം തന്നെ മറ്റേ അടുപ്പിലിരിക്കുന്ന ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളിത് ചൂടായി വന്ന ഇതിലോട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇളക്കിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇളനീരുണ്ടല്ലോ, ഇളനീരിൻ്റെ പൾപ്പ്, അത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് കട്ടിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കണം. പുഡിംഗ് ഇവിടെ റെഡിയായി. അത് നമ്മൾ പുഡിംഗ് ഒഴിച്ച് വെക്കുന്ന ട്രേയിലോട്ട് ഒഴിക്കണം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റും ഒരു ഗ്ലാസ് ബൗളുമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വെച്ചിരിക്കണം. തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് കാരമൽ ചെയ്യാം. നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം കാരമൽ ചെയ്തെടുക്കാൻ. അത് ഒന്ന് എല്ലാം മെൽറ്റായി കളർ ചേഞ്ച് ആകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ നേരം വെച്ചിരുന്നാൽ അത് കഴിച്ചു പോകും, കരിഞ്ഞിട്ട്. അന്നേരം ആ കളർ ചേഞ്ചായി വന്ന സമയത്ത് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്കത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. നട്ട്സ് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ സ്ക്വയർ ടൈപ്പിലൊന്ന് വെച്ച് കൊടുത്തേത്. അത് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്ത് വന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം നല്ല ടേസ്റ്റിയായ പുഡിങ് നമുക്ക് കിട്ടി. അത് നമുക്ക് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം.